ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ല കരുനാഗപ്പള്ളിക്ക് അടുത്ത് നമ്മുടെ ഉത്തമൻ സാറിൻ്റെ നാടൻ പശു വിശേഷങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മുടെ സാറിൻ്റെ വീട്ടിലാണ്. ഈ ഒരു ഫാമിൻ്റെ വീഡിയോസ് ഏകദേശം നമ്മളൊരു 3-4 വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ സാറേ? എത്ര വർഷം? ഒരു 3 വർഷം 4 വർഷത്തോളമായിരുന്നു അല്ലേ? 4 വർഷത്തോളമായിട്ട്. ഇത് എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ നാടാണ്. എൻ്റെ നാടിൻ്റെ അടുത്തൊരു ജംഗ്ഷനാണ് സാറിൻ്റെ വീട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ സാറിൻ്റെ കുറച്ച് പശു വിശേഷങ്ങൾ ആദ്യമായിട്ട് ചാനലിൽ കൂടെ പുറത്തേക്ക് എത്തിക്കുന്നത് നമ്മുടെ ചാനലിൽ കൂടെ ആദ്യമായിട്ട് നമ്മളാണ് സാറിൻ്റെ ഒരു കുറച്ച് ഫാമും നാടൻ പശു വിശേഷങ്ങളൊക്കെ പുറത്തെത്തിക്കുന്നത്. അതിനുശേഷം എത്ര ചാനൽ വന്നിട്ടുണ്ട്? ഒരുപാട് ന്യൂസ് ചാനലടക്കം അല്ലേ, പ്രമുഖ ന്യൂസ് ചാനലടക്കം റിപ്പോർട്ടർ അടക്കം ഈ ഒരു ഫാമിൻ്റെ വിശേഷങ്ങൾ, പിന്നെ കുറച്ച് ആൽബം അങ്ങനത്തെയൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി വിഷ്വൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം 3 വർഷത്തിന് ശേഷം പുതിയ സാറിൻ്റെ ഫാമിൻ്റെ വിശേഷങ്ങളും പുതിയതായിട്ട് കുറച്ച് അതിഥികളുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടുന്നൊരു വീഡിയോസാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഫുള്ള് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങളൊരു വീഡിയോസ് കാണുന്നതെങ്കിൽ സാറിനെ ഒന്ന് പരിചയപ്പെടുത്താം. സാറേ നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാറിനെ കുറിച്ച് പരിചയപ്പെടുത്തുമോ? ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവർക്ക്. എൻ്റെ വീട് കരുനാഗപ്പള്ളി താലൂക്കിൽ തൊടിയൂർ വില്ലേജിലാണ്. തൊടിയൂർ എന്ന സ്ഥലത്താണ്. സാറിൻ്റെ പ്രൊഫഷൻ പേര് ഉത്തമൻ എന്നാണ് പൂർണ്ണത്. ഓക്കെ. നാട്ടിലെല്ലാം അറിയപ്പെടുന്നത് ഉത്തമൻ എന്നാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ എല്ലാവരും അറിയത്തുള്ളൂ. ഞാൻ കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും കൂടിയാണ്. ഒരു കൃഷിക്കാരനാണ്, ഒരു കന്നുകാലിയെ പരിപാലിക്കുന്നയാളാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഓക്കെ. സാർ എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത് ഇപ്പം? ഞാൻ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. എത്ര വർഷമായിട്ട് ഇപ്പം? 25 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. സാറിൻ്റെ കുറച്ച് പശു വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടന്നാലോ? അതൊക്കെ തീർച്ചയായിട്ടും. സാറേ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ പശുക്കൾ, ഏതൊക്കെ ഐറ്റംസ് എങ്ങനെയാണുള്ളത്? എനിക്കിവിടെ നിൽക്കുന്നത് കാങ്കയം പശുവുണ്ട്, റെഡ് സിന്ധി ഉണ്ട്, ഏറ്റവും വിശേഷപ്പെട്ട പുങ്കന്നൂർ മിനിക്കവുണ്ട്, ഉണ്ട്. അവിടെ നിന്ന് രാവിലെ പുറത്തോട്ട് ഇറങ്ങുകയാണോ ആദ്യമായിട്ട്? ഞാനിങ്ങനെ സാധാരണ പുറത്ത് കെട്ടാറില്ല. അതൊക്കെ ഒത്തിരി വെയിൽ താങ്ങുന്ന ഇഷ്ടമല്ലേ? വെയിൽ തീർത്തത്തില്ല. കൂടുതൽ സമയം ആളായിരത്തില്ലായിരിക്കും ഇല്ലയോ? ഇത് നമ്മളെ വിട്ടെങ്ങും പോകത്തില്ല. നമ്മുടെ ഭയങ്കര അറ്റാച്ച് ആയിരിക്കും ഇതിന്റെ ഇപ്പൊ ഈ ഒരു പശുവിന്റെ പ്രത്യേകതയാ, അതിന്റെ പ്രത്യേകതയാ, നമ്മളോടൊപ്പം നിന്നോളും. നമ്മുടെ എപ്പോഴും ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അല്ലേ? ഞാനിവിടെ ഉണ്ടായിട്ടാ ഇവിടെ ഇന്ന് കരയാ നിൽക്കുന്നത്. കരച്ചിൽ ബഹളം തുടങ്ങും അല്ലേ? ഇതാണ് മിനിയേച്ചർ സാർ പറഞ്ഞല്ലേ? മിനിയേച്ചർ പൊങ്ങൻ. ഇത് മിനിയല്ല, ഇത് മൈക്രോ പൊങ്ങൻ അല്ലേ? നമുക്ക് വീട്ടിനകത്ത് എല്ലാവരും കൊണ്ട് നടക്കുന്ന ടൈപ്പ്, ചെറിയ ടൈപ്പ്, നല്ല ഭംഗിയുള്ള ഒരു പൊങ്ങന്റെ പശുക്കുട്ടിയാണ്. പുതിയ ഇവിടെ ഒരാൾ ഇരിക്കുന്നല്ലോ സാറേ? ഇത് റെഡ് സിന്ധിയാണ് അല്ലേ? ഇത് എങ്ങനെ പ്രസവിച്ചാണോ? ഇപ്പൊ 2.5 വയസ്സാവുന്നതേ ഉള്ളൂ. ഇപ്പം മതലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുത്തി വെച്ചിട്ടില്ല സാറല്ലേ? കുത്തി വയ്ക്കുന്നുണ്ട്. 2 മാസം കഴിയട്ടെന്ന് വിചാരിച്ചു. ഇതെന്താ സാർ ഈ ഒരു പശുവിന്റെ പ്രത്യേകത? റെഡ് സിന്ധി ഇതിന്റെ പ്രത്യേകത, ഇതൊരു വെറും എൻ്റെ ഇവിടെ നിൽക്കുന്ന പശുക്കളിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടക്കാരിയാണ്. ശല്യമില്ല, ഒരു പാവമാണ്. എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ്. പേടിച്ചാണോ? ഇത് അത്ര ഒരു പാവം കുഞ്ഞാണ്. ആർക്ക് വേണമെങ്കിലും അഴിക്കാം, എനിക്ക് വേണമെങ്കിലും അവളെ അഴിക്കാം. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവരും ഞാൻ എല്ലാ ദിവസവും ചെയ്യാം. അത് മഴയായാലും വെയിലായാലും നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതല്ലേ. എല്ലാവരും കൊട്ടൊക്കെ ഇട്ട് നിൽക്കുന്നല്ലേ ദിവസവും? എല്ലാ ദിവസവും ഇങ്ങനെയാണോ? എല്ലാ ദിവസവും. അപ്പോൾ ആഭരണങ്ങൾ നിറച്ചുണ്ട് എല്ലാവർക്കും അല്ലേ? എല്ലാം ഉണ്ട്. താനൊരു സന്തോഷത്തിനായിട്ട് ഇടുന്നതല്ലേ? പാവാണ് അല്ലേ? എല്ലാവരും ഭയങ്കര ഇണങ്ങും. പിന്നെ അടുത്ത കുറച്ച് ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. ഇത് ഏത് ഇനത്തിലാണ് സാറേ? ഇത് കാർ പാർക്കർ എന്ന് പറയും. നല്ല കുറച്ചുകൂടെ വളർന്നല്ലേ? ഇത് 2 വയസ്സായതേ ഉള്ളൂ. 2 വയസ്സായുള്ളൂ. സാറിന് ഇവിടെ തന്നെ ജനിച്ച് കിട്ടിയല്ലേ? കുത്തിവെച്ച് കിട്ടിയതല്ലേ? ഇവിടെ തന്നെ കുത്തിവെച്ച് കിട്ടിയതാ. അപ്പം ഇതും ഒരു നല്ല പശു, നല്ല കിടാവാണ്. നല്ല കിടാന്ന് കുറെ കൂടെ ഹൈറ്റ് വയ്ക്കും, വളരെ പൊക്കത്തിൽ പോകുള്ളൂ. ഒന്ന് പ്രസവിച്ച കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്നുകൂടെ ചനപ്പുറത്തൊക്കെ നന്നായിട്ട് നല്ല വളരും. ഇത് ഇവിടുത്തെ ഏതാണ് സാർ? രാജസ്ഥാനാണ് ഇതിന്റെ ജന്മദേശം. ഇപ്പൊ നമുക്ക് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. കുത്തി വെച്ചിട്ടില്ല, ലക്ഷണമൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. ഓക്കെ. അടുത്ത് ഇവിടെ ഒരാൾ വെക്കുന്നത് സാറേ? ഇത് കൃഷ്ണ പശുവാണ്. ഇത് വളരെ നാളുകൾക്ക് മുമ്പേ ഏറ്റവും പഴയ ആളാണല്ലേ? പഴയ ആളാണ്. ഇവളുടെ കാര്യം പറഞ്ഞാൽ ഇവള് ഞാൻ പോയി വാങ്ങുന്ന സമയത്ത് ഇവിടെ അമ്മയെന്ന് വെച്ചാൽ ഭയങ്കര പൊക്കത്തിലുള്ളൊരു പശുവാണ്. നല്ല ഐശ്വര്യമായ ഒരു പശു. അതിന്റെ കൂടെ പിന്നെ കുട്ടിയായിട്ട് പാല് കുടിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തുനിന്ന് വാങ്ങിയതാ. ഇവിടെ കൊണ്ടുവന്നിട്ട് തീറ്റയൊന്നും എടുക്കാതായി. പിന്നെ ഞാൻ ഒരു വെക്കേഷൻ സമയത്തായതുകൊണ്ട്
ഞാൻ പിന്നെ കച്ചിയും ആഹാരവും എല്ലാം കോരി കൊടുക്കുമ്പോൾ കച്ചിയൊക്കെ വാരി കൊടുക്കുകയൊക്കെ തീറ്റിച്ച് കുറേ മാസം 1-2 മാസം എടുത്തോളൂ അതുമായിട്ടൊന്ന് റിക്കവറായി വരാനായിട്ട്. ഭയങ്കരമായിട്ട് എന്നെ എനിക്ക് ഭയങ്കര പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. റിക്കവറാക്കിയത്. ഇപ്പം എത്ര വയസ്സുണ്ട്? ഇപ്പോൾ അവക്കൊരു 7 വയസ്സ്. നിറച്ച് കാലിലൊക്കെ കാട്ടുവള, നെറ്റിയില് എല്ലാം ഉണ്ട്, കഴുത്തില് എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇപ്പം ഇതൊന്നും അത്തരം കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ സമയമില്ല. ഇങ്ങനെ ചാണാൻ ഒരു പ്രത്യേകത കാണിക്കണം അല്ലേ? നാടൻ പശുക്കളുടെ ചാണകം, പശുവിന്റെ ചാണകമല്ലേ, അത് മുറുകിയ ചാണകം. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതല്ലേ? ഇങ്ങനെ കൈകൊണ്ട് നമ്മുടെ കയ്യിലൊന്നും പറ്റില്ല. ഒന്നും പറ്റില്ല. കൈകൊണ്ട് എടുത്ത് കയ്യിൽ ഒട്ടും ചാണകം പറ്റില്ല. നമ്മുടെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ? പിന്നെ പക്ഷേ ജേഴ്സി പശുക്കൾ അല്ലെങ്കിൽ HF നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റില്ലല്ലോ സാർ. ഇവിടെ പശു നിൽക്കുന്ന ഒരു വീടാണ്. സ്മെല്ലില്ല, നല്ല ഒരു ക്ലൈമറ്റ്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പശു ഉണ്ടെന്ന് പോലും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അവർ കൊടുക്കുന്ന ആഹാരത്തിന്റെ കൂടെ ആയിരിക്കും സാർ. ഇത് അങ്ങനെയാണ്. ഇതിന്റെ കൃത്രിമ ആഹാരം ഇതിന് കൊടുക്കാൻ കഴിയത്തില്ല. ഇതിന്റെ പാലിന്റെ ക്വാളിറ്റി അങ്ങ് നഷ്ടപ്പെടും. ബാക്കി പശുക്കളെല്ലാം നമുക്ക് ആവശ്യമില്ല അല്ലേ? അങ്ങോട്ട് കാണാം. ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് സാർ വീട്ടിന്റെ ഫ്രണ്ടിൽ. ചീര എനിക്കുണ്ട്. കൃഷി ഇറക്കാൻ പോകുന്നത് അപ്പുറത്തുണ്ടോ? സൈറ്റുണ്ടോ? പിന്നെ ഒരു 10-12 കണ്ടത്തിലുള്ള അടുത്ത് തന്നെയാണ്. കാണാൻ പറ്റുമോ? ദൂരെയാണ്. ഇവിടെയാണ് ബാക്കി എല്ലാവരും കെട്ടിയേക്കുന്നത് അല്ലേ? നമ്മളെ കുളിപ്പിച്ചിട്ട് ഇങ്ങോട്ടുകൊണ്ട് ഇറക്കി കെട്ടുന്നതാണ്. ഇങ്ങോട്ടൊന്ന് മാറ്റി കെട്ടി. എന്നാൽ മഴ പെയ്തോണ്ടേ ചവിട്ടി നാശമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് വെറൈറ്റീസാണ് സാറേ? ഇതൊരു സഖ്യവാൾ ക്രോസാണ്. അപ്പം പ്രസവിച്ച് അവിടെ കുട്ടിയെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് വയ്ക്കുന്നത്. അപ്പം പാലൊരു 2-2.5 ലിറ്റർ പാലേ ഉള്ളൂ. സാരമില്ല. രാവിലെ ശല്യമൊന്നുമില്ല. പറ്റുന്നതിനൊന്നും. സാറ് തന്നെയാണോ കറവെല്ലാം? ഇതിന്റെ കാര്യം നമ്മൾ തന്നെ രാവിലെ കറന്നിട്ടാണ് ജോലിക്ക് പോകുന്നത് അല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ അതിന്റെ മൂക്ക് കുത്തുന്നതും വട്ടക്കയറിടുന്നതും കയറ് കയറ്റുന്നതും എല്ലാം സാറ് തന്നെയാണ്. പുറത്തുനിന്ന് അങ്ങനെ ആളെ അങ്ങനെ ഇറക്കാറ്? പുറത്തുനിന്ന് ആരെയും വിളിച്ചു. എനിക്കിതൊക്കെ അറിയാം നന്നായിട്ട്. എനിക്ക് പാലെങ്ങനെ സാർ നമുക്ക് വാങ്ങാൻ ആൾക്കാരുണ്ടോ? ആവശ്യക്കാരുണ്ടോ ഇവിടെ? പാലിപ്പം വാസ്തവത്തിൽ ഇപ്പോൾ ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഇപ്പം തികയുന്നില്ല. എത്ര സാർ 1 ലിറ്റർ പാലിനൊക്കെ? 1 ലിറ്റർ പാലിന് 100 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. ഇപ്പോൾ ഒരു 4 ലിറ്റർ പാലൊക്കെ ഉള്ളൂ. ഇപ്പം മൊത്തം 5 ലിറ്റർ പാലോട് മൊത്തത്തിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ 4 ലിറ്റർ പാല് നമ്മുടെ വീട്ടിൽ 1-1.5 ലിറ്റർ എടുത്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് 1 ലിറ്റർ വാങ്ങുന്നവർക്ക് അരവീതം ആക്കിയിട്ടുണ്ട്. പാല് കുറഞ്ഞുണ്ടോ? പിന്നെ ഒന്നിരാടം കൊടുക്കുന്നവരുണ്ട്. പിന്നെ ഇതേ സാറേ വെച്ചൂര്. നമ്മുടെ കേരളത്തിലെ തനിമായ നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാട്ടോ. ഇച്ചിരി കുറുമ്പിയാന്ന് തോന്നുന്നല്ലേ? ഇല്ലയോ? നല്ല സുന്ദരിയാണ്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. തൊടുമ്പോഴൊക്കെ നല്ല നൈസ് കേട്ടോ. ഇവളൊരു ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ 12-ാം തീയതി പ്രസവിക്കും. ഇവളാണ് പ്രസവിക്കാൻ നിൽക്കുന്ന അടുത്ത് മടിചലിക്കാൻ തുടങ്ങി. എന്താ ഇവിടെ കുത്തി വെച്ചിരിക്കുന്നത്? ഇവള് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ ചെയ്ത് നിർത്തിയിരിക്കുക. ഇത് കന്നിയാണോ? കടിഞ്ഞൂലോ വെച്ചൂരുണ്ട് പശു. അങ്ങനെ എങ്ങനെ നിർത്തി? ഇതൊക്കെ എന്ത് പ്രായമുണ്ടോ? ഇതൊക്കെ ഒരു 2.5 വയസ്സ് 3 വയസ്സ് കഴിഞ്ഞു. ഉള്ളാണ് മിനിയേച്ചർ പുങ്ങന്നൂർ വെച്ചിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം സാർ? ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ എന്തോ കിട്ടുന്നത് പ്രതീക്ഷിക്കും. അങ്ങനൊന്നും ഇല്ല. നമുക്ക് അതിന്റെ കുട്ടിക്ക് കൊടുക്കാന്നുള്ളതാണല്ലേ മെയിൻ. പിന്നെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്നതാണ്. കുട്ടിയെ നല്ല നന്നായിട്ട് നോക്കണം. നിങ്ങൾക്ക് പാല് കൊടുത്ത് തന്നെ വളർത്തും. അതിന്റെ ഇപ്പുറത്ത് വേറെ ആൾ നിൽക്കുന്നില്ല സാറേ? അത് ഇത് പുങ്കന്നൂർ മിനി കൗ എന്ന് പറയും. മിനിയാണ്. പുങ്കന്നൂർ തന്നെ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ്. മിനി ഉണ്ട്, മൈക്രോ ഉണ്ട്, നാനോ ഉണ്ട്. ഓക്കെ. നമുക്ക് അപ്പുറത്ത് മൈക്രോയുടെ ഒരു കുഞ്ഞ് നിൽക്കുന്നല്ലേ? ഇത് മിനി പുങ്കന്നൂർ. ഇത് 1 മാസം ചനയാണ്. കുത്തിവെച്ചിട്ട് ഇന്നലെ ആകുമ്പോൾ 1 മാസമായി. ഇതിലും എന്താണ് പുങ്കന്നൂരാണ് സാർ വെച്ചിരിക്കുന്നത്? ഇതിപ്പോ പിന്നെ മൈക്രോ മിനിയിൽ മൈക്രോ വെക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഇവിടെ തന്നെ ജനിച്ച് എടുത്തതാണ്. ഞാൻ വേറൊരു പരീക്ഷണാർത്ഥം ചെയ്തത്. പുങ്കന്നൂർ ചെയ്ത് നോക്കിയതല്ലേ? ഞാനിവിടെ കിട്ടുന്ന എല്ലാം കൂടുതലും പശുക്കുട്ടികളാണെന്ന്. പെൺകുട്ടികളായി അതങ്ങനെയാണ്. ഇവിടെ ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് 2-3 ആൺകുട്ടികളെ പ്രസവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം പെൺകുട്ടികളാണല്ലേ? സെക്സ്ഡ് അങ്ങനെ എന്തെങ്കിലും സെമൻസ് ആണോ സാർ യൂസ് ചെയ്യുന്നത്? അതോ എങ്ങനെ ഈ പെൺകുട്ടികളെ മാത്രം കിട്ടുന്ന രീതിയിലുള്ള സെമൻസ് ഇല്ലല്ലോ? അങ്ങനെ നമുക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. അല്ല, അങ്ങനെയുള്ള സെമൻസ് ചിലപ്പോൾ ഉണ്ടല്ലോ ഇപ്പൊ സെക്സ്ഡ് അങ്ങനെയുള്ള. അങ്ങനെയൊന്നും ഇപ്പൊ ഇല്ല. ഞാനത് അല്ല അങ്ങനെ എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ സാർ കുത്തിവെക്കുന്നതിൽ എന്തെങ്കിലും സമയമോ എന്തെങ്കിലും? സമയം എങ്ങനെ സാർ ഏത് സമയത്ത്? അത് എപ്പോഴും ഈ സന്ധ്യ കഴിഞ്ഞേ കുത്തിവെക്കുള്ളൂ. സന്ധ്യ കഴിഞ്ഞിട്ട് കുത്തിവെക്കുള്ളൂ. ഈ മതിലക്ഷണം കാണിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് 24 മണിക്കൂറിനകം നമ്മൾ ചെയ്യണമെന്നാണ്. നമ്മളിത് മതിലക്ഷണം നമുക്കറിയാമല്ലോ സമയം. നമ്മൾ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞിരിക്കും. സന്ധ്യ കഴിഞ്ഞിട്ട് വന്നായിരുന്നു പറയും. എപ്പോഴും ഇവിടെ വരുന്ന സന്ധ്യ കഴിഞ്ഞിട്ട് 7 മണി 8 മണിക്ക് നല്ലതുപോലെ അന്തരീക്ഷം തണുത്തതിന് ശേഷം കുത്തിയാണ്. ദൈവം കൂടുതൽ സാറിന് പശു പെൺകുട്ടികളെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒന്നും കരുതുന്നില്ല. എന്നാലും ആൺകുട്ടികളെ വന്നു ഇപ്പം നിർത്തിയിട്ടുണ്ടോ? ആൺകുട്ടികളെ നിർത്തി വന്നു കഴിഞ്ഞാൽ എന്താ കൊടുക്കുവായിരുന്നു സാർ? അത് ഇത് റോഡ് സൈഡ് അല്ലേ? അപ്പം ഇതേ പോകുന്ന ആരെങ്കിലും ഫാമൊക്കെ ഉള്ളവരുണ്ടാവും. അപ്പൊ അവരിങ്ങനെ വന്ന് ചോദിക്കും, സാറേ ഇതിന്റെ പാലുകൂടി വാങ്ങുമ്പോൾ എനിക്ക്
കരണി എന്ന് പറയും. അങ്ങനെ ഈ 3 പേരെയും കൊണ്ടുപോയി എവിടെയുള്ള അടുത്തുള്ളവർ തന്നെയാണോ സാറേ? കുറച്ച് ദൂരെ ഉള്ളവരാണ് കൊണ്ടുപോയിട്ടുള്ളത്. കഴിഞ്ഞ ഒരെണ്ണത്തിനെ ഇവിടെ ചൂറിനായിട്ടൊരാൾ കൊണ്ടുപോയി. ഏത് പീരീഡായിരുന്നു അത് ഹള്ളിക്കർ. അത് നമ്മൾ ഇവിടെ നിന്നായിരുന്നെങ്കിൽ ഈ നല്ല ലക്ഷണമൊത്ത ഒരു ആൺകുട്ടിയായിരുന്നു. വെച്ചാല് മലബാറിലെ കാളയോട്ട മത്സരത്തിനൊക്കെ ഓടാൻ പറ്റുന്ന അത്ര ആ ടൈപ്പായിരുന്നു, ഗംഭീരമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനെ അങ്ങോട്ട് നിർത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആ മനുഷ്യൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുക്കുക. എനിക്ക് അതിനെ ഇതുകൊണ്ടൊക്കെ ഒരു പ്രചാരവേലയൊക്കെ ചെയ്തായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്നേനെ. നല്ല എനിക്ക് ഇതിന്റെ ലക്ഷണങ്ങളൊക്കെ അറിയാം. അത്യാവശ്യം നല്ല മോഹവിലൊക്കെയാണല്ലോ ഇതിനൊക്കെ പോകുന്നത്. വളർന്നു കഴിഞ്ഞാലേ ഇഷ്ടംപോലെ കാളയോട്ട മത്സരം ഇപ്പം കേരളത്തിലും പ്രചാരമായി വരുന്നുണ്ട്. എറണാകുളം പല ജില്ലകളും കാളയോട്ട മത്സരങ്ങളൊക്കെ. എന്റെ ബാല്യകാലം ഒരു ഇത് കണ്ടും കേട്ട് ശീലിച്ച ആള് കൃഷിയും കാളയും കലപ്പയൊക്കെയുള്ള വീടായിരുന്നു. അപ്പം ഈ ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് അറിയാം. മാടിന് ലക്ഷണങ്ങളുണ്ട്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ലക്ഷണങ്ങളുണ്ട്. ഈ സുഷിയൊക്കെ ഉണ്ടല്ലോ, സുഷി പോലും ലക്ഷണത്തിന്റെ ഭാഗമാണ്. ഇത് മാറിക്കിടന്ന അശുഭമാണ്. ചിലതൊക്കെ മാറിക്കിടക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? സുഷിയിലൊക്കെ സാരമില്ല, പൊട്ടിട്ടേക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിവസവും ശുദ്ധമായ സുഷികളാണ്. അതിനെ കുറിച്ച് ഒത്തിരി സമയം. ഇത് കാങ്കയം. എത്ര വർഷം പഴക്കമുണ്ട് സാർ? ഇത് ഇപ്പൊ ഇവർക്ക് 7 വയസ്സ് പ്രായമുണ്ട്. 7 വയസ്സുണ്ട്. ഇവിടെ ഇപ്പം പ്രസവിച്ചിട്ടുണ്ടോ? ഇവിടെ ഇപ്പം കുത്തിവെച്ച് മാർച്ച് 9-ാം തീയതി. ഇനി ഡെലിവറി ആണോ അതോ? അല്ലല്ല, മാർച്ച് 9-ാം തീയതി ചെന്നൈ കുത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ. ശരി. ഇതൊക്കെ എന്ത് പാല് കിട്ടുവാണ് സാറേ? ഇതിന് തലക്കറ 5 ലിറ്റർ പാല് കിട്ടും. ഇവരൊക്കെ കറന്നാലേ ഉള്ളൂ പ്രസവിച്ചാലേ നമുക്ക് എന്തെങ്കിലും അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ല, അത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ പറ്റും. സാർ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പശുക്കളുള്ള ഒരാളാണല്ലേ? ഒരു കുഴപ്പമില്ല. ചെടി നല്ല ഐശ്വര്യതയാണ്. അവർ കുളിയൊക്കെ കഴിഞ്ഞ് പൊട്ടൊക്കെ തൊട്ടിട്ട് നിൽക്കുകയാണല്ലേ? ഇതൊക്കെ നെറ്റിക്കുണ്ടായിരുന്നു, പക്ഷേ അത് പൊട്ടിച്ച് കളഞ്ഞു. ഇനി വീഴണം. ചില ചെയിൻസ് ഉണ്ടായിരുന്നല്ലേ സാർ? ഇതിനൊക്കെ ഉണ്ടായിരുന്നു. സാർ ഈ നാടൻ പശുവിലേക്ക് തിരിഞ്ഞത്? ഇത് പിന്നെ പഴയ കാലത്ത് നമ്മളുടെ പൂർവികരെല്ലാം വളരെ ആദരവോടെ നോക്കിക്കണ്ടുപോയ അവരുടെയൊക്കെ അന്നത്തെ കാലത്തെ ഒരു ഉപജീവന മാർഗമായിരുന്നു ഈ കന്നുകാലി കൃഷിയൊക്കെ. പിന്നെ കാലം പുരോഗമിച്ചപ്പോൾ ഇതെല്ലാം അന്യം നിന്നുപോയി. ഈ നാടൻ പശുക്കളുടെ പരിപാലനം നഷ്ടമാണ്. കാരണം സംസ്ഥാനത്തേക്ക് ആവശ്യമായ പാൽ ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് പശുക്കളെ വളർത്തിയെങ്കിൽ മാത്രമേ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ്. ഇതിനൊക്കെ 5 ലിറ്റർ പാൽ പരമാവധി കിട്ടുന്ന പശുക്കളായിരിക്കുള്ളത്. 2 ലിറ്റർ കിട്ടുന്നവരുണ്ട്, 1.5 കിട്ടുന്നവരുണ്ട്. അങ്ങനെ അവർ കൊച്ചു ഉൽപ്പാദനശേഷിയുള്ള പശുക്കളാണ്. പക്ഷെ എന്നാലും ഇത്തരം പശുക്കളെ ഞാൻ കണ്ടുകേട്ട് വളർന്നതാണ്. എൻ്റെ ബാല്യകാലം മൂലം എനിക്ക് ഭയങ്കരമായിട്ട് വൈകാര്യതയാണ്. അപ്പം എൻ്റെ മനസ്സിലെ പണ്ടേ ഉള്ള ആഗ്രഹമാണ് ഏതെങ്കിലും ഘട്ടത്തിൽ എനിക്ക് ഇതിനെയൊക്കെ പരിപാലിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളതിൻ്റെ ആത്മാർത്ഥമായ വിചാരത്തിൻ്റെ ഭാഗമാണ്. എനിക്കങ്ങനെ ഒരു സാഹചര്യവും സാധ്യതയൊക്കെ ഒത്തുകിട്ടി. ഞാൻ അതുമായിട്ട് കുറേ നാളുകൾ. എന്തുകൊണ്ടാണ് ഈ ഹൈബ്രിഡ് പശുക്കളൊന്നും വളർത്താത്ത നിലയിൽ? അതിനെ പരിപാലിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രതിരോധശേഷി കുറവാണ്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കൊന്നും താങ്ങുന്ന ഇതല്ല വാസ്തവത്തിൽ. പിന്നെ അതിനെ നമുക്ക് നിരുത്സാഹപ്പെടുത്താനും കഴിയില്ലല്ലോ. ഇപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പാൽ നമ്മൾ വിലയ്ക്ക് വാങ്ങുകയാണ്. നമ്മുടെ സ്റ്റേറ്റിലേക്ക് ആവശ്യമായ പാൽ ഉൽപ്പാദനം കേരളത്തിൽ വാസ്തവത്തിൽ അപ്പം പിന്നെ ക്ഷീരമേഖലയായിട്ട് ബന്ധപ്പെട്ട് 10,000-കണക്കിന് ആളുകൾ ജീവിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇതിനെയൊന്നും ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ചിന്തിക്കാവുന്ന കാര്യം. പിന്നെ ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ സന്തോഷത്തിൻ്റെയും മാനസികമായ ഇഷ്ടത്തിൻ്റെയും ഭാഗമാണ്. ഈ തൊഴുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എത്ര വർഷം പഴക്കമുണ്ട് ഈ തൊഴുത്ത്? ഇതൊരു 58 വർഷം ഉണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതാണ്. തടിയൊക്കെ ഏത് തടി? ഇതിന്റെ കണക്കൊന്നും അറിയുന്ന ആളുകളില്ല. ഇത് അന്നത്തെ ഒരു കണക്കാണ്. മൊത്തം തടി കൊണ്ടാണ്. മുകളിൽ ഓടാണ്. പണ്ടത്തെ കൂടെ ഒരുപാട് തട്ട വെച്ചിട്ട് എന്തൊക്കെയോ തൂമ്പ, എന്തൊക്കെയോ പഴയ കൃഷി പഴയകാല ഉപകരണങ്ങൾ. ഇതൊക്കെ എന്ത് തൂമ്പ? ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ സാർ ഈ തൂമ്പ ഐറ്റംസ് ഒക്കെ തന്നെ അല്ലേ? തൂമ്പയുണ്ട്, മമ്മട്ടിയുണ്ട്, പിന്നെ പലതരത്തിലുള്ള മമ്മട്ടികളുണ്ട്. ഇതെന്താണ് സാർ? അല്ല, കാളെ പൂട്ടാൻ വേണ്ടി ഉള്ളതാണ് ഇത് മരം എന്ന് പറയും. മരം ഇത് കാളെ പഴയ കാലത്ത് കാളെ കൃഷിക്ക് നിലം
ഉഴുത് വൃത്തിയാക്കിയിട്ട് ഈ ലെവൽ ഈ രണ്ട് ഇതിൽ കയറിയിട്ട് കാളെ പിടിച്ചിട്ട് മണ്ണ് നീക്കി ലെവൽ ചെയ്യുന്ന സാധനം. ഇത് ചെരുപ്പാണ്, തടിച്ചെരുപ്പ്. ഇത് പദം താങ്ങുന്നതാണ്. ഓ, ഇതും ഇതിന് കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനമാണല്ലേ. നമ്മൾ വിത്തൊക്കെ ഇട്ടിട്ട് പദം താങ്ങി. അപ്പൊ ഇത് കാളയുടെ മുഖത്തെ അമിച്ച് കെട്ടിയിട്ട് ഇതിന്റെ പുറത്ത് ആരെങ്കിലും ഗേറ്റ് കൊടുത്താലും ലെവലാക്കി വരാം അല്ലേ. അല്ല, പണ്ട് ഇപ്പോഴും ഉണ്ടോ, കൃഷിയുണ്ടോ സാറിന്? എനിക്കുണ്ട്, ഇപ്പോഴും കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്. സാർ ഇത് കാളെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലേ? രണ്ട് ഇവിടെ ഒരു കാള മുഖം എന്ന് പറയും. ഇവിടെ ഒരു കാളയുണ്ട്, ഇവിടെ ഒരു കാള കെട്ടാൻ പറ്റും. എന്നിട്ട് നമുക്ക് നടുക്കൂടെ തൊടവള്ളിയാണ്. പറക്കി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല. ഈ തൊടവള്ളിക്കകത്താണ് നമ്മൾ ഈയക്കോല് കലപ്പയുടെയും അതൊക്കെ കണക്ട് ചെയ്യുന്നത്. എന്നിട്ട് കാള നടന്നു കൂടെ ലെവലാക്കി പോകും. ഇതെന്താണ് സാർ പല്ലിയെരുപ്പെന്ന് പറയും. കാരണം അത് ഈ നമ്മൾ വിത്തൊക്കെ ഇട്ടതിന് ശേഷം 3-4 ദിവസം കഴിയുമ്പോൾ അത് സൂചിയായിട്ട് മുകളിലോട്ട് വരും. അതിനോടൊപ്പം ചെറിയ പോച്ച രണ്ടര വീശുന്ന പോച്ച വരും. ഇത് കെട്ടിയിട്ട് നമ്മൾ കാറിലടിക്കാന്ന് പറയും. ഈ ഇളം ചൂടിൽ കാറിലടിക്കുമ്പോൾ ഈ പോച്ചയൊക്കെ വേരോടങ്ങൾ. അപ്പൊ ഈ നെല്ലളകത്തില്ല, നെല്ലളകത്തില്ല. നെല്ല് കുറെ കൂടെ അടിക്കല്ലേ കിടക്കും. നെല്ല് കുറെ കൂടെ അടിക്കാണ്. അപ്പം പദം പൊഴി പിടിച്ചല്ലേ ഇരുന്ന ഒരു പൊഴി ലെവലാക്കി. അപ്പൊ ഇതിന്റെ ഗ്യാപ്പിൽ കൂടെ ഇതിന്റെ ഇടയ്ക്കാക്കി നെല്ല് വരും. ആ ഗ്യാപ്പ് നോക്കിയിട്ടിടും. ഈ സൂചി ഇങ്ങനെ കാള അത് ഈ പുറത്തുനിന്ന് അതങ്ങനെ ഇളകും. മുകളിൽ കൂടെ ചെറിയ രീതിയിൽ ഒരുപാട് പ്രസ് ചെയ്യത്തില്ല. അവ ഇളകുമ്പോൾ ഈ വെയിലത്ത് ഇതങ്ങ് വാടിപ്പോ. അന്നത്തെ ഒരു കുത്തിയിടുന്നതാണ്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് കാളെ കൂടെ അങ്ങോട്ട് ഇതിനങ്ങോട്ടൊരു ഉണ്ട്. ഇതിന് മുകളിൽ കാളെ കണക്ട്. നല്ല രസമുണ്ട്. ഇതിപ്പോഴും കാണാനില്ലല്ലേ വർഷങ്ങൾക്ക്. ഇത് എത്ര വർഷം പഴക്കാം സാറേ? 50 വർഷമോ? പിന്നെ 50 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു കാർഷിക ഉപകരണമാണ്. ഇതെന്താ സാർ? ഇതെന്താ? അത് ഇരുമ്പ് കലപ്പയെന്ന് പറയും. അതിനകത്ത് വേറെ ഇരിപ്പുണ്ട്. അത് ഇത് ഒരു പഴയ ഒരു മോഡൽ ഞാൻ വെച്ചേക്കുന്നത്. വേറെ ഉണ്ട് എനിക്ക്. മരക്കലപ്പോൾ 5-6 എണ്ണം ഉണ്ട്. ഇത് പൂട്ടുന്നതിന് പറയും അല്ലേ? നമ്മൾ ഇന്നലെ ഇപ്പം പൂട്ട് മെഷീനൊക്കെ ഉപയോഗിച്ച് പൂട്ടുന്നതിന് പകരം ഉപയോഗിക്കുന്നത് ഇത് ഇതിന്റെ കൊഴു, ഇരുമ്പ് കലപ്പയുടെ കൊഴു. ഇത് മറിക്കാനാണ്. നിലം മറിക്കാനാണ്. ഇത് മറിക്കാനാ. ഇത് പൊഴി പിടിക്കുന്ന കലപ്പകളാണ്. കച്ചി പിടിക്കുന്ന കലപ്പയുണ്ട്. അതിനകത്ത് കുറെ കലപ്പകളുണ്ട്. ഇത് പൊഴി പിടിക്കുന്ന കലപ്പയാണ്. ഇതിനകത്ത് ഈ പൊഴി പിടിച്ചാണ് നമ്മൾ വിത്തിടുന്നത്. പക്ഷെ ഇത് എടുക്കാൻ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എല്ലാ സാധനം എടുത്ത് കാണിച്ചേ. ഒരുപാട് വണ്ടൊക്കെ അടുക്കി വെച്ചേക്കുന്നതാണ്. എന്നാലും ഞാൻ ഇതിലെ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കാണിക്കാം കേട്ടോ. പൊഴിക്കലപ്പുണ്ട്. ഇതെല്ലാം നല്ല രസമാണ് കാണാൻ. ഇപ്പോഴത്തെ പൂട്ടിന് പകരം പൂട്ടുവിഷന് പകരം എടുത്ത് വെച്ചേക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ കാളയിൽ നടുക്ക് കിട്ടിയിട്ട് വലിക്കും. ഒരുപാട് ടൈപ്പിൻ്റെ വണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. എന്തെങ്കിലും സാറിന് അഴിച്ച് എല്ലാം പുറത്തിറക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഒരിക്കലും കാണിക്കാം. നെല്ല് ചിക്കുന്ന ഉപകരണമാണ്. പായ്ക്കകത്തിട്ട് ഉണക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ തടി കൊണ്ട് അല്ലേ സാറേ? എല്ലാ ഉപകരണങ്ങളും ഇപ്പോഴും അല്ലേ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. തൂമ്പ, ഒരുപാട് ടൈപ്പ് തൂമ്പകളുണ്ട് അല്ലേ? ഇവിടെയൊക്കെ തന്നെ ഇഷ്ടം പോലെ തൂമ്പകൾ. നമുക്ക് പഴയകാലം ഇതിവിടെ എല്ലാം സാറിന് ഉണ്ടാക്കിയതാണല്ലേ? അതിൻ്റെ ഒരു കഥയുണ്ട് പറയാം. സാറിന് വേറെ ചെറിയ പണികളൊക്കെ ഉണ്ട്, അതിനെ കാണിക്കാം. ഇവിടെ തന്നെ എന്താ ചെറിയൊരു ഇതെല്ലാം സാറിന് പണിഞ്ഞെടുക്കുന്നതാണ്. തൂമ്പ ഐറ്റംസ് എല്ലാം. അതിനെന്താ സാറേ പറയാ? ആലപ്പണിയുണ്ട്. പരമ്പരാഗതമായ തൊഴിലാണ്. സാർ ഇപ്പോഴും ചെയ്തു പോകും. കൈമാറി കിട്ടിയതാ. ഞാനിപ്പോഴും സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെങ്കിലും കാണാൻ എങ്ങും ഇല്ലാത്ത കുറച്ച് പണികളാണ് ഇപ്പോഴും ആലപ്പുഴ ഉണ്ട്. ഇപ്പോഴും സാറ് ചെയ്യുന്നുണ്ട്. വർക്കുകൾ കിട്ടിയ പുറത്ത് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം പിന്നെ ചെയ്യാൻ സമയമില്ലാത്ത പക്ഷേ ഇത്ര സാറ് തന്നെയാണ് നോക്കുന്നത് അല്ലേ? ഇതിനെല്ലാം ഞാൻ തന്നെയാണ്. ഒരു ജോലിക്കാരനും ഇല്ല. മൊത്തം എത്ര എണ്ണം കാണും സാർ? മൊത്തം കൗണ്ട് എണ്ണി കഴിഞ്ഞാൽ 11 പേരുണ്ട്. 11 പേരുണ്ട്. 3 പേര് ഇപ്പൊ അടുത്ത മാസം ഏപ്രിൽ 12 മുതൽ പ്രസവം തുടങ്ങും. 12 പ്രതീക്ഷിക്കുന്ന ഒരാളെ പ്രസവം. അത് എന്ത് കുത്തി വെച്ചിട്ടാണ് സാർ? പൂങ്കന്നൂർ മൈക്രോയാണ്. മൈക്രോ ഈ ടൈപ്പിന് സാറിന് ഒരു പൂങ്കന്നൂർ ഇപ്പൊ ക്രേസ് ആയി തോന്നില്ല. വീണ്ടും എല്ലാവർക്കും പൂങ്കന്നൂർ കുത്തിയേക്കുന്നത്. അതല്ല ഇവര് നിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. ഇതിനകത്ത് ഈ ഒരു തൊഴുത്തിന് ഡോറും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയല്ലോ. വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ്. ഇതിനകത്ത് 2-3 പേര് നിൽപ്പുണ്ട്. എല്ലാവരും പിന്നെ പുറത്തിറക്കി കാണിക്കാം. ഇതൊരു പൊങ്കന്നൂർ മൈക്രോ അല്ലേ സാറേ? എന്ത് പ്രായമുണ്ട് ഇവർക്ക്? 1 വയസ്സായിട്ടുണ്ട്. നല്ല സുന്ദരി പെണ്ണ്. 1 വയസ്സായിട്ടുള്ള ഒരു പൊങ്കന്നൂർ മൈക്രോ. ഇതെന്ത് സാറേ? ഇതെന്ത് കാങ്കേത്തിന്റെ കുട്ടിയാണ്. എല്ലാം കുട്ടി പശുക്കുട്ടികളാണ്. അടുത്ത പ്രസവിച്ച പെൺകുട്ടികളാണ്. പാലിന്റെ ഇച്ചിരി കുറവുണ്ട്. അറിയാം. നാടൻ പശു വേണ്ട, അതിന് പാലും കുറവായിരിക്കും അല്ലേ സാറേ? സാർ എന്ത് ഫുഡൊക്കെയാ കൊടുക്കുന്നത് ഇവർക്കൊക്കെ? ഞാൻ കൊടുക്കുന്നത് നമ്മൾ ഈ കൃത്രിമാഹാരം ഒന്നുമില്ല. പുളിയരിപ്പൊടി കൊടുക്കുന്നു. പുളിയരിപ്പൊടി വേവിച്ച് കൊടുക്കും. അരിത്തവിട്, കഞ്ഞി, അതേപോലെ ഗോതമ്പിന്റെ തവിട്,
ഇതൊക്കെ കൊടുക്കണം. പോച്ച കച്ചി ധാരാളമായിട്ട് കൊടുക്കും. നമുക്ക് എല്ലാ പശുക്കളൊക്കെ ഒന്ന് കണ്ടാലോ ഇനിയിപ്പോൾ? തീർച്ചയായിട്ടും. ഇത് എന്താണ് സാർ? ഇത് ഏത് ബ്രീഡാണിത്? ഇത് നമ്മുടെ കേരളത്തിൻ്റെ കാസർഗോഡ് കുള്ളൻ എന്ന് പറയാൻ പറ്റും. കാസർഗോഡ് ഒരു പാവം കുട്ടിയാണ്. മര്യാദക്കായി പ്രസവിച്ച് നവംബർ 1 കുത്തി വെച്ചിരിക്കുക. ചനയായിട്ട് ഇരിക്കുക. 4 മാസം ചനയായിട്ട് നിൽക്കുന്നല്ലേ? ഇത് എത്ര പ്രസവിച്ചിട്ടുണ്ട്? ഇപ്പം കഴിഞ്ഞൂര് രണ്ടാമത്തെ ഇതിൽ നിൽക്കുകയാണ്. ഇതിലാണ് സാർ ഇപ്പോൾ പൂങ്കൊന്നൂർ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ്. ഇതിന്റെ മകൾ അതിനകത്ത് ഇരിക്കുന്നത്. ഇതിന്റെ മകളാണ്. അത് തന്നെയാണ്. ഫേസ് രണ്ടും ഒരേപോലെ അല്ലേ? മകളുടെ ഫേസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. സാർ ഇവിടെ അത്യാവശ്യം നല്ലൊരു കച്ചിയുടെ തുറുവൊക്കെ കാണുന്നല്ലോ സാറേ. നമ്മുടെ കൃഷിയുടെ തന്നെയാണ് അല്ലേ? വർഷത്തിൽ സാറ് ഇറക്കുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ കൃഷി ചെയ്യും. സാറിന് ഒരു വർഷത്തേക്ക് പിന്നെ കച്ചി പുറത്തുനിന്ന് വാങ്ങേണ്ട വരത്തില്ല. ഒരു വർഷത്തിൽ കൂടുതൽ കച്ചിയുണ്ട്. ഇത് ഈ വർഷം വലിയ കൃഷിയായിരുന്നു. ഞാൻ 45 കെട്ട് കച്ചി ഞാൻ വിറ്റതിന് ശേഷം ബാക്കിയുള്ളതാണോ? കാളകെട്ടുകാർക്ക് കൃഷി എങ്ങനെയാണ് സാർ? നഷ്ടമാണോ ലാഭമാണോ? ഇപ്പം അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൃഷി നഷ്ടമല്ലേ വാസ്തവത്തിൽ. കാർഷിക മേഖലയിൽ നിന്ന് ആളുകൾ പിന്തിരിയാൻ കാരണം തന്നെ ഈ നഷ്ടം കാലാകാലങ്ങൾ ജോലിക്കൂലി കൂടുതലെല്ലാം കൂട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ശരി. പിന്നെ ഞാനതൊരു നഷ്ടമായിട്ട് ഞാനൊരു കരുതുന്നില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. നഷ്ടമാണെന്ന് എനിക്ക് നഷ്ടമാണ് തീർച്ചയായിട്ടും. നെല്ല് എങ്ങനെയാ സെയിലുണ്ടോ? നെല്ല് ഇവിടെ എല്ലാ ഈ പറയടിയിൽ സീസണാണ്. ക്ഷേത്രങ്ങൾ കൊണ്ടുപോകും. നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകും. ഇവിടുന്ന് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും വന്ന് എടുക്കുന്നുണ്ട്. സാറ് ചാക്ക് കണക്കിന് അളന്ന് കൊടുക്കും. അല്ല വീട്ടുകാർക്ക് ആവശ്യത്തിന് കൊടുക്കുമോ നെല്ല് കുത്താനായിട്ട്? തീർച്ചയായിട്ടും. അങ്ങനെ ആവശ്യക്കാർ കുറച്ച് പേരൊക്കെ വരും. അവരിപ്പോ ഇതൊന്നും ചെയ്യുന്നു. നെല്ല് കുത്താൻ ഇടയ്ക്ക് പുറമെ വയ്യ കുത്താനും അതുകൊണ്ടൊന്ന് കുത്തിച്ച്. എങ്ങനെയാ സാറേ നെല്ല് കൊടുക്കുന്നത്? എങ്ങനെയാ? കിലോനാണോ? എങ്ങനെയാ? കിലോയ്ക്കാവും. എത്ര രൂപയ്ക്കാണ് കിലോ? കിലോയ്ക്ക് തന്നെ ഇപ്പം 30 രൂപ വരെ വിലയുണ്ട്. പിന്നെ ഞാൻ 28 രൂപ ക്ഷേത്ര കാര്യങ്ങൾക്കൊക്കെ 28 രൂപ ഒരു കിലോ നെല്ല് കൊടുക്കും. പിന്നെ ആവശ്യർക്ക് കൊണ്ടുപോയി അത് കുത്തിയെടുക്കണം, നെല്ലാക്കി എടുക്കണം. അത് പുഴുങ്ങി കുത്തുന്ന ആളുകൾ, പഴയ ആളുകൾക്കൊക്കെ അതൊക്കെ അറിയാവുള്ളൂ. ഇപ്പം തലമുറയൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് സമയമില്ല. നല്ല ഒരു തുറവാണ്. ഇതിൽ ഏതൊക്കെ എത്ര നാൾ വരെ ഇരിക്കും? ഒരു വർഷം വരെ കോഴ്സ് മെതിയാനെ കയറ്റിയിട്ടേക്കില്ല. നല്ല ഒഴിക്കും. ഇത് നനഞ്ഞു കഴിഞ്ഞാലേ ഈ അകത്തേക്ക് വെള്ളം കയറി അങ്ങനെ വെള്ളം ഈ പുറത്തുകൂടി പോരും അല്ലേ? അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. തിരിച്ചേക്ക് വെള്ളം അകത്തേക്ക് കയറത്തില്ല. നമുക്ക് ദിവസം ഊരി എടുത്തിട്ട് ആവശ്യത്തിന് കൊടുക്കും. മോളി വാരിയിട്ട് വളഞ്ഞു വെച്ചിട്ട് കാലോട്ട് ചവിട്ടി ഇരുത്തുക. അത് എത്ര കെട്ട് കച്ചി വേണമെങ്കിലും കയറി. നല്ല രസമാണ്. നല്ല അത്യാവശ്യം നമുക്ക് ഇപ്പം കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് ഇതുപോലെ കച്ചിത്തുറ. എല്ലാവരും തിരിവാങ്ങുക, കെട്ട് വാങ്ങുക എന്നൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഭയങ്കര റെയറായിട്ടുള്ള കാഴ്ചകളാണ് സാറേ. സാറേ ഇത് ബാക്കിൽ നിന്ന് സാറേ നാരങ്ങയാണ്. നിറച്ച് നാരങ്ങ പിടിച്ചിട്ടുണ്ടല്ലോ സാറേ. ഇവിടെ എല്ലാം താഴെ എല്ലാം നാരങ്ങ പിടിച്ചിട്ടുണ്ട്. മുകളിലെല്ലാം നല്ല രീതിയിൽ ഇതെല്ലാം നിറച്ച് നാരങ്ങ. കരുനാരങ്ങ, നാട്ടുനാരങ്ങയാണ് സാർ? ചെറുനാരങ്ങ. നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും നിറച്ച് പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മളെങ്ങനെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലാവശ്യത്തിന് എടുക്കണം? വീട്ടാവശ്യത്തിന് എടുക്കുക. അത്യാവശ്യം കടക്കാരൊക്കെ വന്ന് വാങ്ങുന്നുണ്ടല്ലേ? എങ്ങനെ സാർ കിലോ നമ്മൾ തൂക്കി കൊടുക്കും? അതിപ്പം അത് അനിയത്തി ഞാനത് നോക്കാറില്ല. അവർ വെച്ച് കൊടുക്കും. അത് ഇത് സർപ്പോട്ടെ സപ്പോർട്ടാണ്. സപ്പോർട്ടെല്ലാം കാപിടിച്ച് നിൽക്കുന്നുണ്ട്. അല്ല ഇതിപ്പോൾ ഇപ്പോഴല്ലേ, ഇതിപ്പോൾ കൃഷി ഇറക്കാൻ പോയാൽ കൃഷി ഇറക്കുമ്പോൾ ഈ ലക്ഷണമൊക്കെ മാറും. ഇതിൻ്റെ താഴെയൊക്കെ ഇവിടെ പൊഴിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. നാരങ്ങയൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു മെയിൻ ഐറ്റത്തിലേക്ക് പോവാണ് അല്ലേ? ഇപ്പം നമ്മളെല്ലാവരും അധികം കണ്ടിട്ടില്ലാത്ത പഴയ കാലത്തിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആലയാണ് ഇത്. സാറിപ്പോഴും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന പ്രത്യേകത. അത്യാവശ്യം ആരെങ്കിലും വന്നാലും മമ്മട്ടി അല്ലേ എല്ലാ കാർഷിക ഉപകരണങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അറിയാം. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടല്ലേ നമ്മൾ? ഞാൻ പണിയുന്നുണ്ട്. അത് കാണുമ്പോഴറിയില്ല. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടോത്തിക്ക് കോടാലിക്ക് എന്തൊക്കെയോ സാറ് റെഡിയാക്കി ഇട്ടേക്കുന്നതൊക്കെയാണ്. ഞാൻ പണി വെച്ചിട്ടുണ്ട്. സാറ് കാണാലോ. കുറ്റം തീർന്നതല്ല, ഞാൻ പണിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നു. കുറ്റം തീർന്നതല്ല, ഓരോരുത്തർ ഓർഡർ തന്നിരിക്കുന്നതാണ്. ഇത് ചെറിയ കുന്താലിയാണ്. പണി തീർന്നിട്ടില്ല. നല്ല പണിഞ്ഞോണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിത്തെ അല്ലേ? നല്ല അടിച്ചുപണിയാണ്. നല്ല ആരോഗ്യം അല്ലേ? നല്ല ഇഷ്ടം പോലെ കഠിനാധ്വാനമുള്ള പണിയാണ്. പിന്നെ ഇത് പഴിപ്പിച്ചല്ലേ ഇത് എല്ലാ ഉപകരണങ്ങളാണ് അല്ലേ? പണിയുന്ന ഉപകരണങ്ങളാണ്. കണ്ടോ? കുറ്റം തീർന്നിട്ടില്ല. ഇതെല്ലാം സാറിൻ്റെ ഉപകരണങ്ങളാണ്. ഇതാണ്. ഇതിനെന്താ സാർ പറയുന്നത്? ഇത് അതിൻ്റെ ഒരു തുരുത്തെന്ന് പറയും. തുരുത്ത് കനലിട്ടിട്ട് നമ്മൾ പഴയ കാലത്തെ പഴയ പഴമക്കാർ കണ്ടെത്തിയ ഒരു ഇപ്പം പുതിയ മെത്തേഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ സാറേ? മെത്തേഡ്. പക്ഷെ ഇത് ഒറ്റയ്ക്കിരുന്ന് പണിയുന്നത് ഇത് അസുഖം.
ഇത് പെട്ടിത്തുരുത്താ, പെട്ടിത്തുരുത്തെന്ന് പറയും. അപ്പോൾ ഇതിന് 3 പലകയാണ്. ഈ 3 പലകയിൽ ഇടയ്ക്കൊരു പലകയുണ്ട്, ഇടയ്ക്കൊരു അടിക്കൊരു പലകയുണ്ട്. ഈ ഇടപ്പലകയിലും ഏറ്റവും അടിക്കുള്ള പലകയിലും ഓരോ ഹോളുണ്ട്, ചതുരത്തെ ഹോളുണ്ട്. ആ ഹോളിൽ 2 വാതിലുണ്ട്, അടപ്പുണ്ട്, കഥകടയ്ക്കും. മനസ്സിലായി. അതുപോലെ ഈ കുറ്റിയിലിങ്ങനെ ഒരു നേരത്തെ തകിട് കൊണ്ടുള്ള അടപ്പുണ്ട്. ഈ കഴ പൊക്കി നോക്കാം സാർ, എങ്ങനെ? നമ്മളിങ്ങനെ ഈ കഴ ഇങ്ങനെ താക്കുമ്പോൾ അടിക്കുന്നു, അകത്തേക്ക് കയറും. ആ അടിക്കലത്തെ ഹോളിൽ കിടക്ക് കാറ്റ് കയറുമ്പോഴത്തേക്ക് എന്തെന്നറിയാവോ, ആ അടപ്പങ്ങ് അടയും. കയറുന്ന കാറ്റ് പുറത്തോട്ട് പോകത്തില്ല. ആ കാറ്റ് ഇങ്ങനെ മൂളി വരും, മേത്തോലി വരും, ഈ മേത്തോലി വരും, ഈ അടപ്പ് മുകളിൽ വരും. ഇതിന്റെ ഇടയ്ക്കൊരു പലകയുണ്ട്, ഇത് കാറ്റിഞ്ഞ് വരും. അപ്പം ആ ഇടപ്പലയിൽ കൂടെ ആ ഹോളിൽ കൂടെ കയറുമ്പോൾ ഈ മേത്തോലി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ താഴത്തെ അടപ്പം അടയും. പിന്നെ കാറ്റ് പുറത്ത് പോകത്തില്ല. ഇതിലെ ഒരു കഴുത്തൂടെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ കാറ്റ് വിടും. പിന്നെ ഇവിടെ നമ്മൾ തീ എത്തിച്ച് കിടക്കും. ഒത്തിരി മണിക്കൂറുകൾ വേണമെന്നില്ലേ പഠിപ്പിച്ചെടുക്കാനായിട്ട്? ഇല്ല, കരിവാരിയിട്ട് ഊടി കഴിഞ്ഞ് നല്ല കാറ്റുള്ള എത്ര സമയം കൊണ്ട്? 10 മിനിറ്റൊക്കെ വേണ്ടി വരും. പിന്നെ ഇത് വെച്ചിട്ട് പഴിപ്പിച്ചെടുക്കണ്ടല്ലേ? പഴിപ്പിച്ചല്ലേ പണിയാണ്. അതാ പഴിപ്പിക്കുന്ന ഒത്തിരി സമയം കൊണ്ട് എടുക്കുമോ? അതോ ഇല്ല, അതോ നമ്മൾ എടുക്കുന്ന ഇരുമ്പിന്റെ ഉള്ളതാണേക്കുള്ള സമയം എടുക്കും. പിച്ചാത്തിയൊക്കെ ആണെങ്കിൽ കനം കുറഞ്ഞ പെട്ടെന്ന് പണിഞ്ഞെടുക്കാൻ പറ്റും. ഇവിടെ എല്ലാം കുറെ പണിഞ്ഞിട്ടേക്കുന്നല്ലേ? ഈ റോഡ് സൈഡിൽ തന്നെയാണ്. ഇപ്പൊ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് വരാറുണ്ടോ സാർ ഇവിടെ? ഇതിപ്പോ നമ്മൾ പരമ്പരാഗതമായി ഈ പണി ചെയ്യുന്നവരാണ്. അപ്പം പിന്നെ അവർക്കൊക്കെ നാട്ടുകാർക്ക് അറിയാം. എല്ലാവരും അടുത്തുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. വരുന്നവരോട് നോക്കുമ്പം അറിഞ്ഞുകൂടാന്ന് പറയുന്നത് ശരിയല്ല. എന്റെ സമയത്തിന് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കണം. അവരോട് പറയും സമയമില്ലാത്ത ഒരാളാണ്. പിന്നെ ശനി ഞായറുമൊക്കെ സ്കൂളിൽ പോവാത്ത അവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ 2 പേര് വാസതി വേണം. പണി അടിക്കാനും ഒക്കെ ഒരാൾ, പിടിക്കാനും ഒക്കെ ഒരാൾ വേണം. എല്ലാവരെ കൊണ്ട് ഉടലെ പിടിപ്പിക്കാൻ പറ്റത്തില്ല, പരിചയമില്ലാത്ത തെറിച്ച് പഴുത്തിരുമ്പോ. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വിളിച്ചിരുത്തിയിട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാർ ഇതെന്താ സാറേ? പഴയൊരു പെരയാണ്. പത്തായം നമ്മൾ കണ്ടിട്ടില്ല സാറേ. പണ്ടത്തെ പത്തായല്ലേ? വർഷങ്ങൾ പഴക്കമുള്ള പത്തായം. ഞാൻ നെല്ലിടുന്നതായിരിക്കില്ല സാർ? ഇതിനകത്ത് 3 അറയുണ്ട്. ഇതിനകത്ത് നെല്ല് ശേഖരിക്കുന്നത്. ഇതിനകത്ത് 3 അറ. ഇതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴയ കാലത്താണ് പഴമക്ക് ഇതെല്ലാം ഒന്നും നശിപ്പിച്ചിട്ടില്ല, എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. ഒരു പത്തായം ഞാൻ പൊളിച്ച്, എന്നാൽ അത് പ്ലാവിന്റെ പത്തായായിരുന്നു. അത്യാവശ്യം തടിയുടെ ആവശ്യം വന്നപ്പോഴേ ജനലിന്റെ ഈ കഥന്റെ ഇതിനൊക്കെ ആയിട്ട് ബാക്കിയാണോ? ഒരു പത്തായം പൂർണ്ണമായിട്ടും പൊളിച്ചു. ബാക്കി ഒരു പത്തായം ഉണ്ട്. എല്ലാം തടിയുണ്ടെല്ലാം കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കാണ് അല്ലേ? വേറെ ഒന്നും കയറാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കെട്ടാനായിട്ടൊക്കെ നമ്മളന്ന് ഉണ്ടാക്കിയതാ. അതൊക്കെ ഇപ്പൊ പശുക്കുട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കിട്ടുന്നത്. അങ്ങനെ കൊട്ടയം വട്ടിയൊക്കെ എടുക്കണോ? ഇതിനകത്തുണ്ടോ സാറേ? കൊട്ടയം വട്ടിയൊക്കെ എടുക്കണോ? കൊട്ടയം വട്ടി ഇത് പഴയ എല്ലാം ഉണ്ട്. സാറേ കുറെ അധികം വെറൈറ്റി എന്ത് കൊട്ട പഴയ കാലത്തല്ലേ? എല്ലാ ടൈപ്പ് കൊട്ട. ഇതെല്ലാം ചാണകം മെഴുകിയതാണ് സാറേ. ഇതിപ്പോ കൃഷി കഴിഞ്ഞപ്പോഴേ എല്ലാ വർഷവും കൃഷിയുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ തളിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചു. ഒരു വർഷത്തേക്ക് പിന്നെ ഒന്നും സമയമില്ല, ഇതേപോലെ കൃഷി എടുക്കത്തുള്ളൂ. ഇതൊക്കെ എന്ന് പറയാൻ പണ്ട് വിത്തിടുന്ന കൊട്ടയാണ്. ഇതിനകത്ത് വിത്ത് എടുക്കുന്നതാണ്. ചാരവും കൂടെ കൂട്ടി പെരട്ടിയിട്ട് കുറച്ച് കൊണ്ട് പൊഴിക്കാത്തിട്ടിട്ട് ഇങ്ങനെ ഇപ്പോഴും സാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നില്ലേ? ഓരോ കൃഷി കഴിഞ്ഞ സാർ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാണ്. അതൊക്കെ അതെന്താ സാർ അതിന്റെ പേര്? പറക്കൊട്ട. ഇത് നെല്ല് തൂറ്റുന്ന പറക്കൊട്ട. തൂറ്റുന്ന എങ്ങനെയാ സാർ? ഇതിപ്പോ നമ്മള് വിത്തിടാൻ തന്നെ ഉപയോഗിക്കുന്നതാണോ? വിത്തിടാനല്ല, നമ്മളെ നെല്ല് പൊലി ഉണ്ടല്ലോ, നെല്ലടിച്ച നെല്ലും മങ്കും ഒക്കെ വരും. ഇപ്പം പണ്ട് കാറ്റത്തായിരുന്നു പിടിക്കുന്നത്. കാറ്റ് അങ്ങനെ കൊണ്ട് പിടിച്ച് അതിനകത്തിട്ടിട്ട് മങ്ക് കളയും. പിന്നെ ഫാൻ ഉണ്ടായതിന്റെ പേരിൽ ഫാൻ എടുത്തിട്ട് ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഈ നിരപ്പിൽ ഇങ്ങനെ ഒരേ ലെവലിൽ വീഴും. അപ്പം പൊടിയെല്ലാം ഒരു സൈഡിലേക്ക് പോകും, നെല്ല് താഴെ വീഴും. കൊട്ടക്കകത്ത് പിടിച്ചാൽ അത്രയും ലെവലാകത്തില്ല, കട്ടിക്ക് വീഴും. അതിനു വേണ്ടിയാണ് നെല്ലും മങ്കും വേർതിരിക്കാനായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ എടുത്തിട്ട് ഒരു സൈഡിൽ ഫാൻ വെക്കും. അപ്പോൾ മങ്ക് ഒരു സൈഡിലേക്ക് പോകും. ഇതൊക്കെ വല്ല അളവ് പാത്രങ്ങൾ വല്ലതും ഉണ്ടോ? ഇതെല്ലാം ഒരേപോലെ അല്ലേ? എന്തെങ്കിലും വട്ടിയായിട്ടുള്ള കൊച്ചു കൊച്ചു നെല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം പല വലുപ്പത്തിൽ വലിയ കൊട്ടയൊക്കെ അത് ഈ പൊലിയൊക്കെ നമ്മൾ
കളയാനും എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ട് ഉപയോഗിക്കാൻ കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും ഇച്ചിരി ദൂരോട്ട് മാറ്റി വെക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വാരി വെക്കണമെങ്കിലും ഒക്കെ ഇതിനകത്തല്ല സൗകര്യം. നമ്മൾ നെല്ല് മാറ്റാൻ ഇപ്പോഴും ഇതേപോലെ എല്ലാം പഴയകാല സാധനങ്ങളാണ് സാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ അങ്ങനെ അധികം കാണാനൊന്നും ഇല്ല ഇതേപോലെ ചാണനൊക്കെ കാണാനില്ല. എല്ലാ വർഷവും തളിക്കുമോ സാർ? എല്ലാ വർഷവും ഉപയോഗം കഴിഞ്ഞ് തളിച്ചു വെക്കും. പിന്നെ ഒരു വർഷം വരെ ഇങ്ങനെ ഇരുന്നുള്ളൂ. നല്ല സ്ട്രോങ് ആണ് അല്ലേ? ഒരു വർഷമായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കും. ഇത് സാറ് ചെയ്യിപ്പിച്ചെടുത്താണോ അതോ ഇത് നേരത്തെ ഉള്ളതുണ്ട്? പിന്നെ ഏതെങ്കിലുമൊക്കെ ഡാമേജ് വരുമ്പോൾ പുതിയ എവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടോ? വാങ്ങാൻ കിട്ടും നമുക്ക് എല്ലാവരും? ഇത് പണ്ട് ചന്തപ്പുറത്തൊക്കെ വരുമായിരുന്നു. അപ്പം ഈ അടുത്ത സമയത്ത് ഞാൻ പുതിയതായിട്ട് ചെയ്യിച്ചതാണ്. ഇത് എവിടെ പോയി എങ്ങനെയാ ചെയ്യിച്ചിട്ട് സാർ? ഇപ്പൊ ഇതൊന്നും ചെയ്യുന്ന ആളുകളില്ല, അവരെല്ലാം അങ്ങ് പോയി. പുതിയ തലമുറയൊന്നും ഇതൊന്നും ചെയ്യും. അപ്പൊ അതവർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് കരുനാപ്പിൾ അടുത്ത് എവിടെയും കിട്ടുമോ? പറഞ്ഞ മനസ്സില്ല, കരുനാപ്പിള്ള കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് ഇതൊക്കെ കൊണ്ടു നടന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള കാലം ഉണ്ടായിരുന്നല്ലോ കേരളത്തില്. അപ്പം അതുകൊണ്ട് അന്ന് ഇതെല്ലാം വേണമായിരുന്നു. ഈ കാർഷിക ഉപകരണങ്ങൾ മുഴുവൻ വേണമായിരുന്നു. കൃഷിക്ക് ഉപയോഗിക്കുന്ന എല്ലാ വീടുകളും കൃഷി ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ അത്തരം അങ്ങനെ കുലത്തൊഴിലൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ കാർഷിക മേഖല തകർച്ചയിലൂടെ ഇവർക്ക് ഈ തൊഴിലെല്ലാം ഇല്ലാണ്ടായി. പിന്നെ ആ തലമുറ ഇതൊക്കെ അറിയാവുന്നവർ കുറേ അധികം പേര് മരണപ്പെട്ടു പോയി. പുതിയ തലമുറ ഇട്ടതൊന്നും പഠിച്ചിട്ടില്ല, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ കാർഷിക മേഖലയുടെ കേരളത്തിന്റെ കാർഷിക മേഖല തകർച്ചയാണ് ഇത്തരത്തിലുള്ള കുലത്തൊഴിലുകളെല്ലാം അതുകൊണ്ട് മാത്രമാണ് തെങ്ങിൻ തൈ പോലും വെക്കുന്ന ആളുകളെ ഞാൻ കാണുന്നില്ല. ഇല്ല, ഒരു തെങ്ങിൻ തൈ പോലും ആരും കുഴിച്ചില്ല. എല്ലാം വരുത്തി കഴിക്കുന്ന ഒരു മനോഭാവം വാങ്ങി കഴിക്കാന്നുള്ളത് നമ്മളങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളില്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലേ, ഉണ്ടല്ലോ. അപ്പം ഇത് കായികമായ അധ്വാനം വേണം. എന്തായാലും ഇതെല്ലാം കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം സാറേ. ഇപ്പോൾ ഇത് കാണാത്ത ഒരുപാട് ആൾക്കാർ കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള എല്ലാം ഉണ്ട്. എല്ലാം ഈ ടൈപ്പ് നമുക്ക് കാണാനേ ഇല്ല അല്ലെ? പണ്ട് സിനിമയ്ക്കകത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മാത്രം സാറിന് ഒരുപാട് കളക്ഷൻസ്. ഇതുപോലെ മുറ എല്ലാം ചാണകം തളിച്ച് വെച്ചാൽ ഇതൊക്കെ സാറേ ഇനിയിപ്പം പുതിയതായിട്ട് വാങ്ങിയാണ്, തളിച്ചിട്ടില്ല അല്ലേ? ചെയ്യിച്ചെടുത്തത്. ഇതൊക്കെ എങ്ങനെ വില വരും സാറേ ഏകദേശം? ഇതിനൊക്കെ എങ്ങനെയാണിത്? അത് ഞാൻ ഈ വാസ്തവത്തിലുണ്ടല്ലോ, അവർക്ക് വിലയല്ലേ ഞാൻ കൊടുക്കണത്. അവർക്ക് ഇതിന്റെ മൂല്യം അനുസരിച്ചല്ല, ഇതിന്റെ വില അനുസരിച്ചല്ല. ഞാനൊരു മനസ്സ് സന്തോഷത്തിനും കൊടുക്കും. എല്ലാം അങ്ങനെ തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് എന്തോ സന്തോഷമാണെന്നറിയാം. നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്തു തരും സാർ. ഇത് മുറം, ഇത് കൊട്ടയാണ്. ഇത് കൊട്ട, തൂണിക്കൊട്ട. ഇതൊക്കെ ഇതിന്റെ പറയുന്ന പേര് വട്ടി. അതിന്റെ പേര് സാറേ? ഇതോ ഇത് പിന്നെ പറക്കൊട്ട. ഇത് അതിനേക്കാൾ വലിയ കൊട്ട. ഒരേ അളവാണ്. കൊട്ടയുടെ തന്നെ പല അളവ്. ഇനിയിപ്പോ എള്ളിന്റെ സീസൺ വരുമ്പോ ഇതിനൊക്കെ ഉപയോഗം വരും. ഇതും സാധാരണ ചെറിയ കൊട്ട അല്ലേ? പട്ടി. ഇപ്പം ഒരു മാസത്തോടെ കഴിയുമ്പോൾ എള്ള് വരും. വെള്ള് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ എള്ള് ഇടുന്നുണ്ട്, നെല്ല് ഇടുന്നുണ്ട്. നെല്ല് ഇടുന്നുണ്ട്. എല്ലാം ഇങ്ങനെ നമുക്ക് ഇവിടെ വിൽക്കുന്നുണ്ട് സാർ? വിൽപ്പനയുണ്ടോ? അത്യാവശ്യം കൊടുക്കണം. അത്യാവശ്യം വരും, എല്ലാവരും വരും. എല്ലിടുന്ന ഏത് സമയത്ത് നമുക്ക് ഇത് എല്ലിന്റെ ഇത് വരിക? ഒരു മാസത്തോടെ കഴിയുമ്പോൾ എല്ലാം കത്തിക്കായി വരുന്നത്. കത്തിക്കായി വന്ന പിന്നെ കുറച്ച് ഒരു നിശ്ചിത സമയം ആകുമ്പോഴേ അത് വിളഞ്ഞ് അത് പാകമാകത്തുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ പറിച്ചെടുക്കും. ജോലിയാണ് അത് വെട്ടിക്കെട്ടി അത് വെച്ച് നല്ല ഒരു അധ്വാനമുള്ള പണിയാണ്. ഭയങ്കര പണിയാണ് എള്ളിന്റെ ജോലി, ഭയങ്കര ജോലിയാണ്. അതിപ്പം നമ്മളിപ്പം വെയിലത്ത് വെച്ച് ഉണങ്ങുന്ന സമയത്തായിരിക്കും ഒരു അന്തരീക്ഷം പെട്ടെന്ന് മാറും. പിന്നെ എല്ലാം എടുത്ത് മാറ്റി രക്ഷയില്ല. അതുപോലെ കൃഷി അതുപോലെ അധ്വാനമുള്ള പണിയാണല്ലേ? അത് ഭയങ്കര അധ്വാനമാണ്. അതെ, നമ്മൾ നെയ്യാട്ടി അല്ല എണ്ണയാക്കി ആട്ടുന്നുണ്ടോ? ആട്ടിച്ച് എണ്ണയായിട്ട് കൊടുക്കും. അത്യാവശ്യം കൊടുക്കും. പിന്നെ എല്ലായിട്ടും വേണ്ടവർക്കും കൊടുക്കും. എല്ലായിട്ടും വേണ്ടവർക്ക് കൊടുക്കും. ഇവിടെ വരും, എനിക്ക് എന്നെ അറിയുന്ന എല്ലാ വർഷം ആ സമയം അവിടത്തേക്ക് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ചാക്ക് കണക്കിന് എന്താ നെല്ലാണോ? വിത്തുണക്കി വെച്ചിരിക്കും. അടുത്ത സീസണിൽ നമുക്ക് അടുത്ത് നടാൻ വേണ്ടിയിട്ടുള്ള വിത്താണ് അല്ലേ? വിത്ത് എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? വിത്ത് എങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുന്നത്? അത്യാവശ്യം വലിപ്പം നല്ല വിത്ത് വിത്തിന് ഉണക്കിയെടുക്കും. വെയിലത്തിട്ട് ഉണക്കി അതിന്റെ പരുവുണ്ട്, അറിയാം. അത് നോക്കി പ്രത്യേകിച്ച് അടുത്ത വർഷം സീസണിലേക്ക് നടാൻ വേണ്ടിയിട്ട് ചാക്ക് കണക്കിന് വെച്ചേക്കുന്നതാണ്. 2 തരം വിത്തായിരിക്കുന്നത്. എന്താ സാറേ പ്രത്യേകത? 20 എന്ന് പറയുന്ന വിത്തുണ്ട്, അതേപോലെ തന്നെ കൊച്ചു വിത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ ചേറാടി അങ്ങനെയുള്ള വിത്തുണ്ട്. പഴയ ടൈപ്പ് അല്ലേ? നല്ല ഹൈറ്റിൽ പോകുന്ന ടൈപ്പ്. ചെറുതാണെങ്കിൽ നമുക്ക് കൊച്ചിലായിട്ട് കിട്ടത്തില്ല. എന്നേക്കാൾ ഹൈറ്റിൽ പോകും. നല്ല കച്ചി കിട്ടത്തുള്ളൂ. കച്ചിയും കിട്ടാറില്ല. ഇതെല്ലാം നെല്ല് തന്നെ ആക്കി വെച്ചേക്കുന്നത്. കുറേയൊക്കെ കൊടുത്തു. ബാക്കിയുള്ളതാണ്. ഇവിടെ എല്ലാം ചാക്ക് കണക്കിന് നെല്ലാണ് ഇരിക്കുന്നത്. പഴയ ടൈപ്പ് നെല്ലുകൾ.
സാർ അപ്പോൾ എന്തായാലും സന്തോഷം ഇതുവരെ സഹകരിച്ചതിന്. ഓക്കെ സാറേ, എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഇനിയിപ്പം ഇടയ്ക്ക് ഇറങ്ങാം. അപ്പോൾ ഇതിൽ പോകുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് കാണാമല്ലോ അല്ലേ? തീർച്ചയായിട്ടും സാർ എപ്പോഴും വെൽക്കം. എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ നിന്ന് കാണാറുണ്ടോ അല്ലേ? ഇത് നമ്മുടെ കറക്റ്റ് റൂട്ട് എങ്ങനെയാണ് സാർ എന്ന് പറഞ്ഞത്? സ്ഥലം പുതിയാവ് ചക്കുളി റോഡ്. പുതിയാവ് ചക്കുളി റോഡാണ് അല്ലേ? ഈ റോഡ് സൈഡിൽ തന്നെയാണ്. കറക്റ്റ് ജംഗ്ഷനെ പേര് സാറേ? മന്ദിരം ജംഗ്ഷൻ എന്ന് പറയും. റോഡ് സൈഡല്ലേ കാണാൻ? റോഡ് സൈഡാണ് കാണാൻ പറ്റും. നമ്മൾ പുതിയാവിന് ചക്കുളി പോകുന്ന റൂട്ടിൽ സാറിൻ്റെ വീട് മന്ദിരം ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഈ ഒരു സ്ഥലത്താണ് കാണാൻ പറ്റും. റോഡ് സൈഡിൽ തന്നെയാണ്. എല്ലാവരും ഇടയ്ക്ക് വന്ന് വരാറുണ്ടല്ലേ സാറേ? പിന്നെ മിക്കവാറും ഇത് പ്രധാനപ്പെട്ട റോഡാണ്. എല്ലാവരും വരും. ഇവിടെ ചവിട്ടി എല്ലാവരും കണ്ടിട്ട് പോകത്തില്ല.